ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ജേർണലിംഗ് ആണ്. അതിനായിട്ടൊരു ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ സിസേഴ്സ് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഷേപ്പിലാണ് കട്ട് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി പശ തേക്കണം. അപ്പോൾ പശ തേച്ചിട്ടുണ്ട്. ഞാൻ രണ്ടെണ്ണത്തിന് മുകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഇതാ ഇവിടെ ആയിട്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഞാൻ ഒന്ന് സ്ഥലം ഒന്ന് മാറ്റിയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ബ്ലൂ പേപ്പർ എടുത്തിട്ടുണ്ട്. സ്റ്റിക്കി നോട്ടായാലും മതി. എൻ്റെ അടുത്ത് യെല്ലോ സ്റ്റിക്കി നോട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ആ പേപ്പർ കളർ പേപ്പറൊന്നും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ നന്നായിട്ട് ആദ്യമേ നമുക്ക് വേണ്ടത് എഴുതി കൊടുക്കണം. എന്നിട്ട് അത് പശ വെച്ചിട്ടൊന്ന് ഞാൻ ജസ്റ്റ് അവിടെ ഒട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ കുറച്ച് ഗ്ലൗസൊക്കെ വരച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കർ ചെറുപറാന്ന് ഒട്ടിക്കുക. അടുത്ത് കുറച്ച് സ്റ്റിക്കേഴ്സേ ഉള്ളൂ, അതൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു ബ്ലൂ പാൻ എടുത്തിട്ട് അതിൻ്റെ ബ്ലൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത്. ഇതോട്ടോ സ്റ്റിക്കറ്. ഇനി ഞാൻ വേറെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റിക്കേഴ്സ്. ഇത് കവായി സ്റ്റിക്കേഴ്സ് ആട്ടോ. അതിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇഷ്ടമല്ല ഒരു വെറുതെ ചെയ്താണിത്. ഞാൻ കുറച്ച് ഒരു പേപ്പറിൻ്റെ കട്ട് ചെയ്തിട്ട് അത് വലുത് വേണ്ട, ചെറുത് മതി. അത് എടുത്തിട്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അതിന് ഞാൻ ബ്ലൂന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ട് ഇഷ്ടമല്ല എന്തെങ്കിലും നമ്മൾ ഇത് തുറക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. വി ആർ സൂപ്പർ കിഡ്സ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ രണ്ട് പേപ്പർ ഞാനിവിടെ ഒട്ടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലൂ സ്കെച്ച് എടുത്തിട്ട് രണ്ടെണ്ണത്തിന് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കല്ല, കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാട്ടല്ല ഫൈനൽ ലുക്ക്. നമ്മുടെ ബ്ലൂ തീം ജേർണലിങ്ങിൻ്റെ ഇഷ്ടപ്പെട്ടോന്ന് മറ്റേപ്പോഴാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ.